വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെയും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് BCom BBA സ്റ്റുഡൻസിൻ്റെ അഡീഷണൽ പേപ്പറായിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയാണ്. സോ നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനും ചെയ്തതാണ്. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതാണ് പേപ്പർ വരുന്നത്. റിസർച്ച് മെത്തഡോളജി 12 ചോദ്യങ്ങളാണ് ആദ്യം പാർട്ട് എയിലുള്ളത്. നമ്പർ 1, വാട്ട് ഈസ് അപ്ലൈഡ് റിസർച്ച്? റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിച്ചതാണ് വന്നിട്ടുണ്ട്. ദെൻ റിലയബിലിറ്റി ഓഫ് ഡാറ്റ എന്താണ്? പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ്. വാലിഡിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി എപ്പോഴും മാറി വരുന്നതാണ്. ഇൻ്റർവ്യൂ എന്താണ്? പ്രതീക്ഷിച്ച ചോദ്യം ഞാൻ പറഞ്ഞതായിരുന്നു. ക്വസ്റ്റ്യനെയർ എന്താണ്? ഞാൻ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ദെൻ ഡിക്കോണമസ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണത്. ടെലഫോൺ ഇൻ്റർവ്യൂ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാൻ. പോപ്പുലേഷൻ എന്താണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാൻ. ദെൻ സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കൺവീനിയൻസ് സാമ്പിളിംഗ് വന്നിട്ടുണ്ട്. സാമ്പിളിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗ് പ്രതീക്ഷിച്ച ചോദ്യം. APA എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കണമെന്ന്. റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചാണ്. ഇൻ്ററിം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ പാർട്ട് A വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പാർട്ട് ബിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 13ാമത്തെ ചോദ്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്താണ്? ഹൗ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനലറ്റിക്കൽ സ്റ്റഡി. ആദ്യത്തെ അത് അധികം ആൾക്കാർ എഴുതിയില്ല എന്നാണ് പറയുന്നത്. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഡെൽഫി നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു വന്നു. ഒബ്സർവേഷൻ വന്നു. എക്സ്പ്ലെയിൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് വന്നു. ബിബ്ലിയോഗ്രഫി ഞാൻ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. പാർട്ട് ബി അങ്ങനെ കംഫർട്ടബിൾ ആയിരുന്നു. ദെൻ എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ദെൻ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ്, ദെൻ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ച ചോദ്യം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് പ്രതീക്ഷിച്ചാണ്, അതും വന്നിട്ടുണ്ട്. സോ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എസ് എ പാർട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ഫിനിഷ് ചെയ്തു. അങ്ങനെ BCom BBA സ്റ്റുഡൻസിൻ്റെ എക്സാം കഴിഞ്ഞു. വിത്തിൻ 1 മന്തിനുള്ളിൽ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. ദെൻ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇനി റിസൾട്ടൊക്കെ വന്ന് MCom ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സ്ഥാപനം MComന് MBAക്ക് ഒക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.